നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. മാറുന്ന ടെക്നോളജി ലോകത്തിന് പുതുവഴികളിലേക്ക് അവസരങ്ങൾ തുറന്നു നൽകി 4 ദിവസത്തെ വെബ് സമ്മിറ്റിന് കൊടിയിറങ്ങി. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള 380ഓളം പ്രഭാഷകർ, 400ലേറെ നിക്ഷേപകർ, 1043 സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ 118 രാജ്യങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായ ലോകത്തെ ഏറ്റവും വലിയ വെബ് സമ്മിറ്റിനാണ് ദോഹയിൽ സമാപനമായത്. വിവിധ വിഷയങ്ങളിലായി പ്രഭാഷണവും സംവാദവും മുതൽ പുതുമയാർന്ന കണ്ടെത്തലുകൾ അവതരിപ്പിച്ച കമ്പനികളിലേക്ക് നിക്ഷേപവുമെല്ലാമായി മിഡിൽ ഈസ്റ്റ് ആദ്യമായി വേദിയായ വെബ് സമ്മിറ്റ് ശ്രദ്ധേയമായി. 4 ദിവസത്തെ സമ്മിറ്റിൽ 15,000-ലേറെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയുള്ള റോഡ് ഷോ അവന്യൂസ് മാളിൽ സംഘടിപ്പിച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി രാവിലെ 10 മുതൽ രാത്രി 10 വരെ അവന്യൂസ് മാളിലാണ് ടൂറിസം റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ വേനൽക്കാല ലക്ഷ്യസ്ഥാനങ്ങൾ, ലക്ഷറി ട്രെയിനുകൾ, സാഹസിക വിനോദങ്ങൾ, വെൽനസ്, വന്യജീവി ടൂറിസം തുടങ്ങിയവയുടെ പൂർണ്ണ വിവരങ്ങൾ പ്രത്യേക സ്റ്റാളുകളിൽ നിന്നും അറിയാൻ സാധിക്കും. റോഡ് ഷോ വ്യാഴാഴ്ച കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈഗ ഉദ്ഘാടനം ചെയ്തു. എംബസി ഉദ്യോഗസ്ഥരും വ്യാപാര പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദിയാർ അൽ മുഹറഖിലെ മറാസി അൽ ബഹ്റൈനിൽ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് സമാപിച്ചു. ഫെബ്രുവരി 8 മുതൽ 27 വരെ 20 ദിവസങ്ങളിലായി നടന്ന ഫുഡ് ഫെസ്റ്റിവൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. 2,27,000 പേരാണ് ഇത്തവണ ഫെസ്റ്റിവൽ സന്ദർശിച്ചതെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. ഇത് സന്ദർശകരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ 35% വർധനവാണ്. കഴിഞ്ഞ വർഷം 1,68,000 പേരായിരുന്നു സന്ദർശകരായി എത്തിയത്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.